കായിക നഗരിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ടോണി ചേരുന്നു. ടോണി, എങ്ങനെയാണ് കായിക മാമാങ്കത്തിന്റെ ഒരു ആവേശം? 2 ദിവസം കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അത് കായിക പ്രതിഭകൾക്ക് ഒരു ആശ്വാസം നൽകുന്നുണ്ടോ? ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുന്നത്? നമുക്കറിയാം, കായികമേളയുടെ 2ാം ദിനമാണ് ഇന്നും. ഇന്നലെ കായിക അധ്യാപകരുടെ സമരം മൂലം 1.5 മണിക്കൂർ വൈകി ആരംഭിച്ച കായികമേളയിൽ 7 ഇനങ്ങൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു. ആ 7 ഇനങ്ങളും രാവിലെ 8 മണിക്ക് തന്നെ നടന്നു. ഇന്ന് ഷെഡ്യൂൾ പ്രകാരം ആദ്യത്തെ മത്സരം ക്രോസ് കൺട്രി മത്സരമായിരുന്നു. ദീർഘദൂര നടത്ത മത്സരമായിരുന്നു. ആൺകുട്ടികളുടെ ക്രോസ് കൺട്രി മത്സരം വെള്ളറക്കാട് വില്ലേജ് ഓഫീസ് പരിസരത്ത് രാവിലെ കൃത്യസമയത്തിന് ആരംഭിച്ചു. അതിനുശേഷം പെൺകുട്ടികളുടെ നടത്ത മത്സരം മരത്തൻകുടി ബഹ്റൈൻ പാലസിന്റെ മുമ്പിൽ നിന്നും ആരംഭിച്ചു. ഇന്നലെ വെളിച്ചക്കുറവ്, മഴ, ഒപ്പം തന്നെ കായിക അധ്യാപക സഹകരണമൊക്കെ കാരണം താളം തെറ്റിയായിരുന്നു പല മത്സരങ്ങളും നടന്നത്. ഹീറ്റ്സ് ഉൾപ്പെടെ 5 ഇനങ്ങളിൽ മത്സരം ഇന്നലെ നടക്കേണ്ടതായിരുന്നു. എന്നാൽ അത് സമ്പൂർണ്ണമായി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. 7 ഇനങ്ങളിലെ മത്സരം ഇന്ന് രാവിലെയാണ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ മത്സരങ്ങൾ അതിന്റെ ക്രമം അനുസരിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാക്കിൽ 400 മീറ്റർ ആൺകുട്ടികളുടെ വിഭാഗം ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ റിലേ മത്സരങ്ങളാണ്. റിലേ മത്സരങ്ങൾ ഫൈനൽ മത്സരം ഇന്നുണ്ട്. 4x400, അതുപോലെ 4x100 മീറ്റർ ഫൈനൽ മത്സരം, ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങൾ മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ത്രോ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഹാമർ ത്രോ, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ മത്സരങ്ങളുണ്ട്. 1500 മീറ്റർ ഓട്ട മത്സരത്തോടു കൂടിയാണ് ഇന്നത്തെ ഷെഡ്യൂൾ അവസാനിക്കുക. കൃത്യസമയത്ത് തന്നെ ഇന്നത്തെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലത്തെ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ഇന്നില്ല. കായിക അധ്യാപകർ അവർ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ അവർ നിശ്ചിത പ്രകാരമുള്ള സമരം പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ പോലും മേളയെ അത് കാര്യമായി ബാധിക്കുന്നില്ല. മത്സരങ്ങൾ അതിന്റെ സമയക്രമം അനുസരിച്ച് നടക്കുന്നു. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. വെയിലില്ല, പക്ഷെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. അതിനാൽ തന്നെ സംഘാടകർ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു. വെളിച്ചക്കുറവ് പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അന്താരാഷ്ട്ര സൗകര്യങ്ങളുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ പാലിച്ച് നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്കുള്ള കുന്നംകുളത്ത് പക്ഷേ വൈകിട്ട് മത്സരങ്ങൾ നടത്താൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട്. അതിന് ഇന്നലെ ഉദ്ഘാടകനായ MLA മുൻ കായിക വകുപ്പ് മന്ത്രി കൂടിയായ അദ്ദേഹം 2 കോടി രൂപ സ്ഥിരം ഫ്ലഡ് സംവിധാനത്തിനായി ഒരുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ തീർച്ചയായും അത് കായിക വിദ്യാർത്ഥികളുടെ ഭാവിക്ക്, കുന്നംകുളത്തിന്റെ കായിക ഭാവിക്ക് അല്ലാതെ ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഫ്ലഡ് സംവിധാനം ആവശ്യമാണ്. എന്നാൽ തന്നെ വൈകിട്ട് മത്സരങ്ങൾക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് താൽക്കാലിക വേസ്റ്റ് സംവിധാനമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനിപ്പിക്കുന്ന പോയിന്റ് നില പ്രകാരം തൃശൂർ ഈസ്റ്റ് 53 പോയിന്റുമായി കുതിപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തൃശൂർ ജില്ലയിൽ തൃശൂർ ഈസ്റ്റിന്റെയും ചാലക്കുടിയും പോരാട്ടമാണ് എപ്പോഴും കണ്ടുവരാറ്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ തൃശൂർ ഈസ്റ്റ് ആണ്. തൃശൂർ ഈസ്റ്റ് 53 പോയിന്റുമായി, ഇന്നലെ 25 പോയിന്റുമായി പോയിന്റ് നിലയിൽ മുന്നിലാണെങ്കിൽ ഇന്ന് വന്ന പുതിയ മത്സരങ്ങളുടെ റിസൾട്ട് അനുസരിച്ച് 53 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് പോയിന്റ് നിലയിൽ 1ാം സ്ഥാനത്തുണ്ട്. തൊട്ട് പിന്നിൽ ചാലക്കുടിയുണ്ട്. 45 പോയിന്റുമായി ചാലക്കുടി 2ാം സ്ഥാനത്തുണ്ട്. 34 പോയിന്റുമായി മാള 3ാം സ്ഥാനത്തും ചാവക്കാട് വിദ്യാഭ്യാസം 32 പോയിന്റുമായി ശ്രീകൃഷ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കരുത്തിൽ ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല 4ാം സ്ഥാനത്തുണ്ട് 32 പോയിന്റുമായി. കുന്നംകുളം ആതിഥേയരായ കുന്നംകുളം 8ാം സ്ഥാനത്താണ്. 8 പോയിന്റ് മാത്രമേ ഉള്ളൂ. കുന്നംകുളത്തെ സ്പോർട്സിന്റെ മാർക്ക് പോയിന്റ് നിലയിൽ ചേർക്കണം. കുന്നംകുളത്തിന്റെ പുറകോട്ടുള്ള പോക്കിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ റവന്യൂ ജില്ല കായിക മേഖലയിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയായിരുന്നു 3ാം സ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മേള ഏകദേശം പകുതി ദിനം പിന്നിടുമ്പോൾ 1.5 ദിവസമാകുന്ന സമയത്ത് കുന്നംകുളം 8ാം സ്ഥാനത്ത് കേവലം 8 പോയിന്റുമായി ചുരുങ്ങുന്ന കാഴ്ചയാണ്. ചാമ്പ്യൻ സ്കൂളുകളുടെ മത്സരത്തിൽ ശ്രീകൃഷ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാം സ്ഥാനത്ത്. ഇപ്പോൾ 30 പോയിന്റുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളാണ് ചാമ്പ്യൻ സ്കൂളുകളുടെ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത്. RMHSS 23 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളാണ് RMHSS. കാൽഡിയൻ സിറിയൻ സ്കൂൾ 21 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട്. പോയിന്റ് നില മാറി മറിയും. ഉച്ചയാകുമ്പോഴേക്കും കൂടുതൽ റിസൾട്ട് എല്ലാം വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോയിന്റ് നിലയിൽ മാറ്റമുണ്ടാകും. ഇപ്പോൾ മത്സരങ്ങളെല്ലാം ചില മത്സരങ്ങൾ കൃത്യസമയത്ത് നടത്താൻ എന്ന പ്രതീക്ഷയിലാണ്. ഉപജില്ലാ കായികമേള മുഴുവൻ വലിയ പരാതികൾക്കിടയിൽ നടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കായികമേളയിൽ ഇത്തരം പരാതികൾ പരിഹരിക്കാൻ സംഘാടക സമിതി തിരക്കിട്ട പരിശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഇന്നലെ ട്രാക്കിലേക്ക് പ്രതിഷേധ മാർച്ച് മുദ്രാവാക്യം ഉയർത്തിയുണ്ടായി. പിന്നീട് MLA ഉൾപ്പെടെയുള്ളവർ പരിശ്രമിച്ചാണ് ആ വിഷയത്തിൽ പരിഹാരം കണ്ടത്. അവർ ഇപ്പോഴും സമരം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് മേളയെ ബാധിക്കാത്ത രീതിയിൽ സംഘാടകർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്.
മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. പോയിന്റ് നിലയിൽ തൃശൂർ ഈസ്റ്റും ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളും തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. Result of junior boys, Asian Committee, I request the